സക്സസ് ഫയലിലേക്ക് സ്വാഗതം. LDC എക്സാം സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. തെരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മസ്റ്റായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ 2023 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല്. ബില്ലിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ച തീയതി ഏതാണ്? ലോകസഭയിൽ അവതരിപ്പിച്ച തീയതി 2023 സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ മാസം 19 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ ആണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഇനി നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ തീയതി ഏതാണ്? 2023 സെപ്റ്റംബർ 20 ലോകസഭയിൽ അവതരിപ്പിച്ചത് സെപ്റ്റംബർ 19 ലോകസഭ ബില്ല് പാസാക്കിയ തീയതി സെപ്റ്റംബർ 20. ഇനി നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയ തീയതി ഏതാണ്? സെപ്റ്റംബർ 21 2023 സെപ്റ്റംബർ 21. ഈ 3 ഡേറ്റുകളും മസ്റ്റായിട്ടും മാറിപ്പോകാതെ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ദ്രൗപദി മുർമു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ ഒപ്പുവെച്ച തീയതി ഏതാണ്? രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലില് ഒപ്പുവെച്ച തീയതി. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി പൗര ഭേദഗതി നിയമം CAA 2019 പ്രകാരം 14 പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാണ്? 2024 മെയ് 15. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി നിയമപ്രകാരം 2019 പ്രകാരം എത്ര പേർക്കാണ് കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകിയത്? 14 പേർക്ക്. 14 പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയ ഡേറ്റ് എന്നാണ്? 2024 മെയ് 15. 2024 മെയ് 15. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370 അനുച്ഛേദം കേന്ദ്രം റദ്ദാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന അനുച്ഛേദമാണ് 370 അനുച്ഛേദം. അപ്പൊ 370 അനുച്ഛേദം കേന്ദ്രം റദ്ദാക്കിയ ഡേറ്റ് ഓർത്തു വെക്കണം. 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5. സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് മത്സര ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ്. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50ാമത്തെ വാർഷികമാണ്. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. അപ്പം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ 50ാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ്ക് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ്ക് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? മേഘാലയയിലെയാണ്. മേഘാലയ. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ഏതാണ്? ബ്രേക്ക് ഡാൻസ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ്. ലോക പുസ്തക ദിനം 2024 പ്രമേയം. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 23. പ്രമേയം റീഡ് യുവർ വേ. റീഡ് യുവർ വേ. ലോക പുസ്തക ദിനം 2024 പ്രമേയമാണ് റീഡ് യുവർ വേ എന്നത്. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 23.
രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. അന്താരാഷ്ട്ര വനിതാ ദിനം 2024 പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നത്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8 മാർച്ച് 8. 2024 പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷാണ്. പുരസ്കാരത്തിന്റെ പേര് ഇറാസ്മസ്. പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ലോക ജലദിനം എന്നാണ്. മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. വാട്ടർ ഫോർ പീസ്. വാട്ടർ ഫോർ പീസ്. DRDO ചെയർമാൻ ആരാണ്? സമീർ വി കമത്താണ്. സമീർ വി കമത്താണ് DRDO ചെയർമാൻ. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായിട്ട് മാറിയത് കേരളമാണ്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരനാണ്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാക്കുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായി ആചരിക്കുന്ന ദിവസങ്ങൾ. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണ് മെയ് 11 ഒക്ടോബർ 12. മെയ് 11 ഒക്ടോബർ 12. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം കൊറോണൽ മാസ് ഇജക്ഷൻ ആണ്. കൊറോണൽ മാസ് ഇജക്ഷൻ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാൽ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 PN ഗോപികൃഷ്ണൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സാണ് MPhil. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. റഷ്യ. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവം. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ
ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? മിസോറാമിലാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ. ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? മിസോറാം. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. മിന്നുമണി ക്രിക്കറ്റ്. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. മണിപ്പൂർ കലാപാന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആശാ മേനോനാണ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോൻ. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല? അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 202 ആണ്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളാണ് 202. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബെക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയദേവികയാണ്. എന്തു പേരിലാണ്? അസാസിൻ. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം. ഘാതകൻ എന്ന പുസ്തകം ആരുടേതാണ്? KR മീരയുടേതാണ്. വിവർത്തനം ചെയ്തത് ജയദേവിക. സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. അമരജ്യോതി സ്മാരകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സംസ്ഥാന രൂപവൽക്കരണത്തിനായിട്ട് ജീവൻ ബലിയർപ്പിച്ചവർക്കായിട്ട് അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ സി ദിവാകരൻ. കനൽ വഴികളിലൂടെ ആരുടേതാണ്? സി ദിവാകരന്റെ ആത്മകഥയുടെ പേരാണ്. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാനാണ്. ജലവൈദ്യുത പദ്ധതിയുടെ പേര് മംഗലദച്ചു. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാൻ. 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് എൻട്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോമാണ്. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് എൻട്രൻസിനെ അർഹനാക്കിയ ചിത്രമാണ് ഹോം. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ്? കാലം സാക്ഷി. പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി. രചിച്ചത് സണ്ണിക്കുട്ടി എബ്രഹാം. പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ്. ആരുടെ ജീവിതമാണ് പറയുന്നത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്നു. പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്: നാഷണൽ സ്പേസ് ഡേ ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം. നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്?
ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്